ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒരിക്കൽ കൂടി മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ ചാമ്പ്യൻസ് ലീഗിൽ മുഖാമുഖം വരികയാണ്. ഇത്തവണ പ്രീ ക്വാർട്ടർ ഘട്ടത്തിലാണ് റയൽ മാഡ്രിഡും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ മുഖാമുഖം വരുന്നത്. ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി സ്ഥിരമായി കൊണ്ട് കാണുന്ന ഒരു കാഴ്ചയാണ് സിറ്റിയും അതുപോലെ തന്നെ റയൽ മാഡ്രിഡും ചാമ്പ്യൻസ് ലീഗിൽ പോരടിക്കുന്നത്. പലതവണ റയൽ മാഡ്രിഡ് സിറ്റിയെ പുറത്താക്കിയിട്ടുണ്ട്. അതേസമയം റയലിനെ പുറത്താക്കാനും മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും റയലിനെ നേരിടേണ്ടി വരുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പ്രധാനമായും തലവേദന സൃഷ്ടിക്കുക രണ്ട് താരങ്ങളായിരിക്കും. ബ്രസീലിയൻ സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോ ഗോസുമാണ് ആ രണ്ട് താരങ്ങൾ. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ എപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഈ രണ്ട് താരങ്ങൾക്കും സാധിക്കാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് റോഡ്രിഗോ എപ്പോഴും സിറ്റിക്കെതിരെ തിളങ്ങാറുണ്ട്. ഈ രണ്ട് താരങ്ങളും മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ 11 മത്സരങ്ങളാണ് കരിയറിൽ റയലിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 7 ഗോളുകളും 6 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഈ രണ്ട് താരങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മികച്ച ഫോമിൽ അവർ കളിക്കുന്നു എന്നർത്ഥം. റോഡ്രിഗോ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ 5 ഗോളുകളും 2 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം വിനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 ഗോളുകളും 4 അസിസ്റ്റുകളും അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ നേടിയിട്ടുണ്ട്. ഈ രണ്ട് താരങ്ങളും തന്നെയായിരിക്കും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ മാസ്മരിക പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ബെൻഫിക്കക്കെതിരെയുള്ള കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഗോളടിക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിരുന്നു. അർബിലോക്ക് കീഴിൽ തകർപ്പൻ പ്രകടനമാണ് വിനീഷ്യസ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അത് മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.